എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ളൊരു കാര്യം. അത് മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഗതിനെ നിങ്ങൾക്ക് നേടിത്തരും. ഏറ്റവും കൂടുതൽ വേണ്ട സംഗതി അതാ. ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ പരിഹാരം പലർക്കും അറിയാം. പലരും എന്നോട് വിളിച്ച് ചോദിക്കാറ്, സാറേ എനിക്ക് ഈ പ്രശ്നം ആ പ്രശ്നം, അതിൽ നിന്നിട്ട് പരിഹാരം അവർ തന്നെ പറയും. പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. അതാ അവരുടെ പ്രോബ്ലം. അറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റാത്തത്? കാരണം പവറില്ല, എനർജി ഇല്ല. മനുഷ്യന് എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നടപ്പിൽ വരുത്തേണ്ടത് ഈ ശരീരം തന്നെയാണല്ലോ, ഈ ബുദ്ധി തന്നെയാണ്. നടപ്പിൽ വരുത്തണമെങ്കിൽ അതിലുള്ള പവർ, എനർജി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഗതി അതാ. ആ എനർജി നിനക്ക് ഇഷ്ടം പോലെ തരുന്നൊരു സംഗതിയാണ് പറയാൻ. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വലിയൊരു സംഭവമാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, വളരെ ഡിഫിക്കൽട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയും. പക്ഷെ വളരെ സിമ്പിളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നോട് പറയും, ഇതാണോ നമുക്കറിയുന്ന കാര്യമാണത്, ഇതാണിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട്. സംഭവം നമുക്ക് അറിഞ്ഞതുകൊണ്ടായില്ല, പല കാര്യങ്ങളും നമുക്കറിയാം, പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആ എസൻസ് ഉണ്ടല്ലോ, നമുക്കതിൻ്റെ ആ ഇമ്പോർട്ടൻ്റ് നമുക്കത് ബോധ്യപ്പെടില്ല. ഞാൻ പറയുന്നത് വേറൊന്നിനെ കുറിച്ചല്ല, ഞാൻ പറയുന്നത് ക്ഷമയെ കുറിച്ചിട്ടാണ്, പൊറുക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ക്ഷമ, പൊറുക്കല്ല, ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടല്ലോ. ഓരോ മതപുരോഹിതന്മാരും വിളിച്ചു പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് രസം വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ചിലപ്പോൾ ആരോഗ്യത്തിലായിരിക്കും. ചിലർ ആൾറെഡി ഒരുപാട് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായ അസുഖങ്ങൾ, അറിയില്ല അതിൻ്റെ കാരണമൊന്നും പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ കാരണങ്ങൾ അറിയാത്ത ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പലർക്കുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം ഈ നമ്മൾ കേട്ടിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഗതി ഉണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാന്നറിയോ? ഇപ്പോൾ ചില ക്യാൻസർ പേഷ്യൻസൊക്കെ ഫോർഗീവിങ് തെറാപ്പി എന്ന് ചെയ്യാറുണ്ട്. ഫോർഗീവിങ് തെറാപ്പി എന്ന് പറയാം, അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ക്യാൻസർ, ഈ പറഞ്ഞ പ്രശ്നം അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവരുടെ അസ്വസ്ഥമായ മനസ്സ്, വൈരാഗ്യപൂർണമായ മനസ്സ്, ദേഷ്യമുള്ള, വിദ്വേഷമുള്ള, ഇതിങ്ങനെ കൊണ്ടു നടന്നു. ഇത് വിഷയം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ ദേഷ്യം തോന്നി വിചാരിച്ചോ, ആ ഒരാളുടെ ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു വൈരാഗ്യം, അയാളുടെ ഒരു പ്രതികാര മനോഭാവം. നമ്മൾ ജീവിക്കുന്നത് തന്നെ അയാളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ എന്നെ കൊത്തി വലിച്ചിട്ടുണ്ട്, അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മാതാപിതാക്കളോട് നമുക്ക് ദേഷ്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളോട്, ഭാര്യനോട്, അല്ലെങ്കിൽ ബന്ധുക്കളോട്, അല്ലെങ്കിൽ അയൽവാസികളോട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ അധ്യാപകരോട്. ഇവരോടൊക്കെ പലരോടും നമ്മൾ വൈരാഗ്യം ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഈ വൈരാഗ്യം ഇങ്ങനെ ഊതിക്കൊത്തിച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ നമ്മുടെ പാരയായിട്ട് മാറാത്, നമ്മളുടെ ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറണത്. അത് കാരണത്താൽ ഈ ക്യാൻസർ പേഷ്യൻസിനെ കൊണ്ടിട്ട് ഫോർഗിവിങ് തെറാപ്പി, അവരോട് മനസ്സിൽ കാണാൻ പറയാം. നിങ്ങൾക്ക് വൈരാഗ്യം, ദേഷ്യമൊക്കെ ഉള്ള ആൾക്കാരെ നിങ്ങൾ കംപ്ലീറ്റ് പുറത്ത് കൊടുക്കുന്നതായിട്ടും നിങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ മനസ്സിൽ കാണാൻ വേണ്ടി പറയാം. എന്തിനാ? ഇവരുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട്. ഈ അസുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് ഉരുക്കൂടിയിട്ടുള്ള അസംതൃപ്തിയുടെ ഒരു റിയാക്ഷനാണ് അവരുടെ ശരീരത്തിൽ. അവർ തന്നെ നെഗറ്റീവായിട്ടുള്ള എനർജി അവരുടെ ശരീരത്തിൽ ഫോം ചെയ്ത് വെച്ചത് ഒരു ഇതുപോലെ അസുഖമായിട്ട്. ചിലർക്ക് ചെറിയ ചെറിയ അസുഖം, ഈവൻ അലർജി പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മളുടെ എന്താ വിഷയം എന്നറിയോ? നമ്മളിപ്പോൾ ഒരാളുടെ ദേഷ്യം തോന്നി വെച്ചോ, വൈരാഗ്യം തോന്നി വെച്ചോ, അപ്പോൾ എന്തുണ്ടാവും അറിയോ? നമ്മുടെ ശരീരത്തിൽ 2 ഹോർമോൺസ് ക്രിയേറ്റഡ് ആവും. അത് അഡ്രിനലിൻ ക്രിയേറ്റഡ് ആവും, പിന്നെ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ട് ഹോർമോൺ ക്രിയേറ്റഡ് ആവും. ഈ 2 ഹോർമോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്ടാവും അറിയോ? നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കുറയും. നമ്മുടെ രോഗങ്ങളെ ഫൈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ശേഷി കുറയും. അതായത് നമ്മളെപ്പോഴും അലേർട്ട് സ്റ്റേജിലാണ്. നമ്മൾ വൈരാഗ്യമുള്ളവരെ മുഖം കണ്ടിട്ട് നിങ്ങൾ വൈരാഗ്യം, ദേഷ്യമുള്ളവരെ മുഖത്ത് കാണും, എപ്പോഴും അവൻ ദേഷ്യത്തിലാണ്, ഭയങ്കര ദേഷ്യത്തിലാണ്.
ആരോടൊന്നുമില്ലാത്ത ദേഷ്യത്തില്ല. ചിലപ്പോൾ ദേഷ്യം അവനവനോട് തന്നെ ആയിരിക്കും. നമുക്ക് മറ്റുള്ളവരോടല്ല, ചിലപ്പോൾ സ്വന്തം, അതായത് നമ്മൾ വിചാരിച്ചത് നടത്തി തരാൻ നമ്മുടെ ശരീരത്തിന് ശേഷിയില്ല, ഏതുകൊണ്ട് നമുക്ക് പരാജയങ്ങളുടെ മേലെ പരാജയങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ 100 എടുത്തിട്ട് നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റാണ്ട് നമ്മളോട് തന്നെ ദേഷ്യം പിടിച്ചിരിക്കുക. ഇതും പ്രശ്നമാണ്. ഇത് നമ്മളിപ്പോ ഈ ക്ഷമ എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിൽ പറഞ്ഞിട്ട് ഈമാന്റെ, വിശ്വാസത്തിന്റെ പകുതിയാണ് ക്ഷമ. ഈമാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവണമെങ്കിൽ അതിന്റെ പകുതി 50% ഇസ്ലാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ക്ഷമയുള്ളവനാ. ക്ഷമ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ പകുതി മുസ്ലിം അല്ല. ആക്ച്വലി മുസ്ലിങ്ങൾക്ക് ഏറ്റവും കുറവുള്ള സംഗതി അത് തോന്നുന്നു അല്ലെ, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മളിപ്പോ പലരോടും ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്, നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാറിനോട് ദേഷ്യപ്പെടാറുണ്ട് അല്ലെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ട്രാഫിക് നമ്മൾ അസ്വസ്ഥരാവാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ക്ഷമിക്കുന്നില്ല. ഈ അക്ഷമയോടുകൂടി നീങ്ങുമ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, നമ്മൾ ഈ പകുതി പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ക്ഷമ എന്ന് പറഞ്ഞാൽ, അതായത് വിശ്വാസത്തിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇസ്ലാം ആണെങ്കിൽ പകുതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയാണെന്ന് പറഞ്ഞു. ഇത് എനിക്കറിയുന്ന കാര്യം ഞാൻ പറയുന്നു, പക്ഷെ എല്ലാ മതത്തിലും ക്ഷമേന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ക്ഷമിക്കണം എന്നാണ്. പിന്നെ പറഞ്ഞ ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ശരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇട്ടുതന്ന് എന്തിനാണെന്നറിയോ, നമുക്ക് ക്ഷമ പഠിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾക്ക് നമ്മളെ ലൈഫിൽ നമ്മൾ മരിക്കുമ്പോഴേക്ക് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, നമ്മൾ ക്ഷമിക്കാനാണ്, നമ്മൾ സമാധാനമാണ്. ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാം എന്നതിന്റെ വേറെ സമാധാനം എന്നാണ്. സമാധാനമുള്ളവനാണ് മുസ്ലിം. എത്ര മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ട്? പോട്ടെ, മതം പോട്ടെ. അത് നമുക്ക് ഈ മരിക്കുമ്പോൾ സ്വർഗം നരകം ഇതൊക്കെ എങ്ങനെ ഉദ്ദേശിച്ചിട്ട് നമുക്കറിയില്ല അല്ലെ. നമ്മൾ വിചാരിക്കും ഇപ്പൊ പഠിച്ചോൻ നരകത്തിലിട്ടെന്ന് പറഞ്ഞാൽ പഠിച്ചോൻ നരകത്തിൽ ഇങ്ങനെ തീക്കുണ്ടാരം ഒരുക്കി അതിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഫീൽ ചെയ്യുന്നു. അങ്ങനൊന്നുമില്ല. നമ്മുടെ തലേൻ്റെ ഉള്ളില് ഈ പറഞ്ഞ ഹോർമോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്നൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും. ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ തീ കിടക്കുന്നവരെ കാണാറുണ്ടല്ലോ അല്ലെ, പല മുറുകമാമ്പ് കൊത്താൻ വരുന്നവര് കാണാറുണ്ട്. നമ്മളൊക്കെ വേർത്തൊലിച്ച് പേടിച്ച് അട്ടഹസിച്ച് ഉണർന്നു നോക്കുമ്പോൾ ഒന്നുമില്ല, നത്തിങ്. അപ്പൊ ഇത്തരം ഒരു ഫീലിംഗ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ പടച്ചോന് ഈ പറഞ്ഞ മാതിരി ഒന്നും വേണ്ട. നമ്മുടെ അച്ഛനെ CD മാറ്റിയിട്ടാ മതി. വേറെ പ്രോഗ്രാമിന്റെ CD ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സുന്ദരമായിട്ട് നരകത്തില സ്വർഗത്തിൽ നമ്മളവിടെ കിടന്നോളൂ. ഇത് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. NDE എന്ന് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. അത് മരിച്ച ആൾക്കാർ, ചില ആൾക്കാർ ക്ലിനിക്കലി ഡെത്ത്, അവർ മരിച്ചു എന്ന് വൈദ്യശാസ്ത്രം വിചാരിച്ചു, പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ നമ്മളിപ്പോ NDE എന്നൊക്കെ നമുക്ക് ഒരുപാട് കേൾക്കണ്ട. എനിക്ക് തന്നെ എന്റെ ബന്ധുക്കള് ചിലരെ പറഞ്ഞായിട്ട് എനിക്കറിയാം, അവർക്ക് ഇതുപോലെ ഉള്ള അവസ്ഥ ഉണ്ടായിട്ട് അവര് മരിച്ചു എന്നും അവർ മരിച്ചതിന് ശേഷം മരിച്ച ആളുകളെ കണ്ടു എന്നും ചിലപ്പോൾ നിങ്ങൾക്കും പറയണ്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ NDEക്കാർ പറയുന്നത് എന്താ പറയുക, NDEക്കാർ പറഞ്ഞ് നമ്മൾ മരിക്കുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ എന്താണോ അത് കണ്ടിന്യൂ ആയി പോകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അത് മരിക്കുന്ന സമയത്ത് സമാധാനത്തിലാണെന്നുണ്ടെങ്കിൽ ആ സമാധാനം തുടർന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതല്ല മരിക്കുന്ന സമയത്ത് അസമാധാനമുണ്ടെങ്കിൽ ആ അസമാധാനം തുടർന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഈമാൻ വേണം, വിശ്വാസം വേണം എന്നൊക്കെ പറയുന്നത് അറിയില്ല. നമുക്ക് ഈ വഴിയിലൂടെ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും ആവോ അതൊക്കെ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നതിനാ. നമ്മളുടെ ക്ഷമയുടെ നെല്ലിപ്പലക അളക്കുന്നത് എന്തുകൊണ്ടാ? ഒന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ക്ഷമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണത്. അപ്പൊ ഇനിയുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലങ്ങൾ കാണുമ്പോൾ നമ്മൾ ആകെപ്പാടെ ഇതിന് കുറ്റം പറയലോ വേണ്ടത്. ടേക്ക് ഇറ്റ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി. യെസ്, എന്റെ ലൈഫിൽ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ, എന്റെ ക്ഷമ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാ. സോ ഐ എം ഗോയിങ് ടു യൂട്ടിലൈസ് ദിസ്. എന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്റെ ക്ഷമയിടാകാൻ പോവാ, സമാധാനത്തിലാവാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം കാണാൻ.
നിങ്ങൾ ഇപ്പോൾ ദേഷ്യമുള്ളവരെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ, നമ്മളിങ്ങനെ എണ്ണി പറിക്കുമ്പോൾ ഞാൻ ചോദിക്കാറില്ല, ക്ലാസ്സിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഒന്ന് എണ്ണാൻ പറയും. ചിലർ പറയും 4, 5. അവരുടെ ലൈഫിൽ അവരിങ്ങനെ ദേഷ്യം കൊണ്ടുനടക്കുക, അവർക്ക് വേണ്ടിയിട്ട് വൈരാഗ്യം കൊണ്ടുനടക്കുക, അവരെ ചിലരൊക്കെ കരിച്ച് ചുട്ട് കൊല്ലാനുള്ള ദേഷ്യമുള്ള ആൾക്കാരുണ്ട്. വാസ്തവം വെച്ചാൽ നമ്മൾ ദേഷ്യം പിടിക്കുന്ന അപ്പുറത്തെ വ്യക്തി ഉണ്ടല്ലോ, ആ ചങ്ങാതി നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്മളെ വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്മൾ ഹൃദയത്തിൽ കൊത്തി വലിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അയാൾ നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എണ്ണിപ്പറക്കി ചോദിച്ചാൽ 1, 2, 3, 4, 5 ഇത് അത്രയും ഉപദ്രവം എന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ ആളെടുത്ത് പോയി ഞാൻ ചോദിക്കാം, നിങ്ങളെ പറ്റി ചോദിക്കാം. അപ്പൊ ചോദിക്കണം, ഇതാ ഇന്നയാളെ പറ്റി അയാൾ പറയും അയാളെ പറ്റി ഇയാൾ എന്തുമാത്രം എനെക്കുറിച്ച് പറയരുത് എന്ന് പറയും. എനിക്ക് ദേഷ്യം കത്തിക്കയറെന്ന് അയാൾ പറയും. അയാളും പറയും എന്നെ അയാൾ ദ്രോഹിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9. നമ്മൾ പറയുന്ന അയാളെ കുറിച്ച് 10 കുറ്റം, അയാൾ പറയുന്ന നമ്മളെ കുറിച്ച് 10 കുറ്റം. നമ്മൾ പറഞ്ഞ് അയാൾ തെറ്റാണ്, അയാൾ പറഞ്ഞ് നമ്മൾ തെറ്റാണ്. ഇതിപ്പോ ആരുടെ തെറ്റ്? ഇതാരുടെയും കുറ്റമല്ല. ഇതെന്താ വിഷയം എന്ന് പറയാം, അത് കുറച്ചും കൂടെ ടോപ്പിക്ക് നീണ്ടുപോകും. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന് എന്ത് പറഞ്ഞു കൊടുത്താൽ അതറിയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും ഞാൻ മുസ്ലിമാണെന്ന് പറയും അല്ലേ, എന്തുകൊണ്ട് ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കൊടുത്തത് മുസ്ലിം ഇതാണ് സംഭവം. ബാക്കിയുള്ളവരൊക്കെ ഈ പറഞ്ഞ സംഗതി വിശ്വസിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുടെ കാര്യം ക്രിസ്ത്യാനികൾ പറഞ്ഞു കൊടുത്തിരിക്കുക, അപ്പൊ ക്രിസ്ത്യാനിയത് വിശ്വസിച്ചിരിക്കുക. ഹിന്ദുവിന്റെ കാര്യം ഹീസ് ദ ബെസ്റ്റ്. അങ്ങനെ ഇതിങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ മനുഷ്യന് കഴിയില്ല. അതൊരു കംപ്ലീറ്റ് ഡിനൈ ചെയ്യും. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ചിട്ട് അയാൾ ഭയങ്കര തെറ്റുകാരനാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ്, അയാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടോ മറ്റുള്ളവരുടെ സാഹചര്യം കേട്ടോ നമ്മൾ ആവർത്തിച്ച് ചെയ്തതിന് പിന്നെ അയാൾ നമ്മൾ ദ്രോഹിയായി മാറിക്കഴിഞ്ഞു. അയാളുടെ നന്മകൾ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ അയാളും നമ്മളെ കുറിച്ച് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചോളം നമ്മളും ദ്രോഹിയായി മാറിക്കഴിഞ്ഞു. അയാൾക്കെന്നെ അപ്പുറം കാണാൻ കഴിയില്ല. അപ്പോ ഇത് ആ പാവ മനുഷ്യനാണ്, അയാൾ എഞ്ചിനീയറിംഗ് ആണ്, അങ്ങനെ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. രസം എന്താണെന്നറിയോ, അയാൾ തെറ്റിക്കാനാണ് ഇതിന്റെ പ്രധാന കാരണം അയാളല്ല എന്നുള്ള 60% വരെ നമ്മളെ കാരണവന്മാർ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ജീനായിട്ട് നമ്മുടെ തലയിലേക്ക് വരുന്നുണ്ട്. അവരുടെ സ്വഭാവം ദേഷ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ കരിങ്കാലിപ്പണിയോ അല്ലെങ്കിൽ അസൂയേ അല്ലെങ്കിൽ നല്ല കുറെ ക്വാളിറ്റീസ് എന്തും ആയിക്കോട്ടെ, അയാൾ പോലും അറിയാതെ അയാളുടെ ശരീരത്തിലേക്ക് അയാളുടെ തലയിലേക്ക് അയാളുടെ ജീവിതത്തിലേക്ക് കുറെ സ്വഭാവങ്ങൾ അയാൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ പാരമ്പര്യ ഗുണവും കുറെ കാലങ്ങളായിട്ട് അയാൾ മനസ്സിലാക്കിയ കാര്യവും അയാളുടെ സാഹചര്യവും ചിന്താഗതികളും പഠിപ്പിച്ച കാര്യങ്ങളും എന്നെല്ലാം വെച്ച് നോക്കിയപ്പോൾ നമ്മൾ തെറ്റാ. അത് അയാൾക്ക് ശരിയായി കാണാൻ കഴിയുന്നില്ല. അതുപോലെ നമുക്ക് അയാളെ കുറിച്ച് ശരിയായി കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് അവരുടെ എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാണ്. അത് പാവ മനുഷ്യനാ. അയാൾ ഈ കുറഞ്ഞ കാലത്തേക്ക് നമ്മളെ പോലെ ഈ ഭൂമിയിൽ വിസിറ്ററായിട്ട് വന്നതാ. കുറച്ചു കഴിഞ്ഞാൽ അയാളും മണ്ണാവും നമ്മളും മണ്ണാവും. ഈ ചെങ്ങാതിനിട്ട് ഇങ്ങനെ വൈരാഗ്യം നമ്മളിങ്ങനെ കൊണ്ടു നടന്നത് എന്തുണ്ടാവുമെന്നറിയോ, അതായത് നമ്മള് നമ്മുടെ ശരീരത്തിലെ എനർജിനെ സേവ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. എനർജി വേണം. എനർജി കൊണ്ട് നമുക്കറിയില്ലേ ഏറ്റവും കൂടുതൽ ശരീരത്തിന് എനർജി വേണ്ടത് എന്തിനാ? ചിന്തിക്കാനാ. അതായത് നമ്മളിപ്പോ ശരീരത്തിൽ നമ്മളിങ്ങനെ ഒരാളെ പറ്റി ദേഷ്യം നമ്മൾ കീപ്പ് ചെയ്യാന്ന് വെച്ചു, നമ്മൾ ഈ ദേഷ്യത്തിന്റെ കാര്യം വെച്ചാൽ കുറെ കാലം നമ്മളിങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾക്ക് ദേഷ്യം കൊണ്ടു നടക്കുന്ന കാര്യം നമുക്ക് തന്നെ അറിയില്ല. നമ്മുടെ സ്വഭാവമൊക്കെ മാറി, നമ്മുടെ മുഖമൊക്കെ മാറിയിട്ടോ. നമ്മൾ പിന്നെ കാണുമ്പോൾ തന്നെ ഒരു വൈരാഗ്യം. കാരണം എന്താ, അയാളുടെ ദേഷ്യം കുറെ കാലം കൊണ്ടുവരുന്നത് നമ്മുടെ മുഖം മാറിയിട്ടുണ്ട്, നമ്മുടെ സ്വഭാവം മാറിയിട്ടുണ്ട്, നമ്മുടെ ജീന് പോലും മാറിയിട്ടുണ്ട്. നമുക്കറിയില്ല. നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എനിക്ക് എന്നെ അത് അലട്ടൊന്നുമില്ല ആ പ്രശ്നം, അയാൾ ദേഷ്യത്തിനെന്ന് വെച്ചാൽ എന്റെ മനസ്സിലാവുന്നില്ല നമ്മൾ പറയും. പക്ഷെ അതല്ല, ചിലപ്പോൾ അയാൾ ഹിപ്നോട്ടൈസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് തന്നെ അറിയാത്ത ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലൊരു കമാൻഡായിട്ട് കിടക്കുന്നുണ്ട്, ഇന്ന 5 ആൾക്കാർ എന്റെ ജീവിതത്തിൽ ദ്രോഹിച്ച 5 ആൾക്കാർ. ഈ 5 ആൾക്കാരുടെ വൈരാഗ്യം അവനെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കുറിച്ച് അവനെ കാണിച്ചിട്ട് അവനെ ബോധ്യപ്പെടുത്തും. എന്റെ ജീവിത ലക്ഷ്യം തന്നെ അതാ എന്നും പറഞ്ഞ് നമ്മളൊരു കമാൻഡ് നമ്മളെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് പിന്നെ അതൊരു ഹോൾഡ് ചെയ്തു. 5 കനൽക്കട്ടകൾ നമ്മളെ മനസ്സിൽ കിടക്കുക, നല്ല തലയിൽ കിടക്കുക. അതിങ്ങനെ കൂതിക്കസിച്ച് നിർത്തിയേക്കുക. കാരണം കെടാൻ പാടില്ലല്ലോ. കാരണം അയാളുടെ വൈരാഗ്യ വേശിയാണ് ഇയാളെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പൊ ആ ദേഷ്യം കൂതി കത്തിച്ച് നിർത്താൻ വേണ്ടി നമ്മുടെ ശരീരം പെടാപാടുപെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ പോലും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഇവരെ ക്ഷമിക്കാത്ത കാരണത്താൽ നമ്മളെ തന്നെ നമ്മൾ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അയാൾക്കൊരു കുഴപ്പമില്ല. അയാളുടെ ദേഷ്യം വൈരാഗ്യം നമ്മളെ മനസ്സിൽ കൊണ്ടെടുക്കുന്നത് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എനർജി പോണ വഴി നോക്കണേ. ഇത് നെഗറ്റീവ് എനർജിയാ. ഇത് ഇതിന്റെ നേരം വെളുത്തെണിച്ച് രാത്രി മുഴുവൻ കിടന്നു പറഞ്ഞിട്ടും നേരം വെളുത്തെണിച്ചിട്ടും ഉഷാറ് കിട്ടുന്നില്ല, ക്ഷീണം മാറുന്നില്ല. വൈ? നമുക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. നമ്മുടെ ശരീരം ത്രോ ഔട്ട് ഇത്രയും ആളുകളെ വൈരാഗ്യം ഉള്ളിൽ ഊതി കത്തിക്കാൻ വേണ്ടി നമ്മുടെ ശരീരം പാടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അവരതൊക്കെ ഉള്ളിൽ കിടക്കുക. ഈ ഒരു സംഭവം കുറെ കാലം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ എനർജി വീക്കാവും. ഞാൻ പറഞ്ഞല്ലോ, അഡ്രിനലിനും കോർട്ടിസോളും നമ്മുടെ ശരീരത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും. ഇതിന്റെ കാരണത്താൽ നമ്മളുടെ പ്രതിരോധ ശേഷി കുറയും, നമ്മൾ രോഗിയായി മാറും, ക്യാൻസർ വരും. ക്യാൻസർ രോഗികൾ കൊണ്ടുപോയി ചെയ്യുന്ന പരിപാടിയാ ഇത്. ഈ ഫോർഗിവ്നെസ് തെറാപ്പി അങ്ങോട്ടൊക്കെ നമ്മൾ എത്തണോ? നമുക്ക് നമ്മളെ ഇപ്പൊ തന്നെ സേവ് ചെയ്തൂടെ? ഇപ്പൊ തന്നെ നമ്മളെ രക്ഷിച്ചൂടെ? നമുക്ക് വേണ്ട എനർജി നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കൂടെ? ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. ഇതിന്റെ റിസൾട്ട് മാജിക് എന്ന് ഞാൻ പറഞ്ഞത്. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിലെ റിസൾട്ട്. മനസ വാച കർമ്മണ നമ്മൾ പുറത്തു കൊടുക്കേണ്ട. ആദ്യം നമുക്ക് തന്നെ പുറത്തു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ എഞ്ചിനീയറിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മൾ അറിയാണ്ട് നമ്മളെ കാരണവന്മാരുടെ അടുത്ത് നമുക്ക് കുറെ തെറ്റുകൾ നമ്മുടെ തലയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദിയല്ല ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അതിന്റെയും നമ്മൾ ശിക്ഷ കോരിക്കൊണ്ടിരിക്കുക. നമുക്കത് തിരുത്താൻ നമ്മളെ ബാധ്യസ്ഥ. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ കാരണവന്മാരെ പാദമിന്റെ പാവക്കറ കളയാനാണ് നമ്മൾ വന്നെന്ന് പറഞ്ഞ പോലെ നമ്മളെ കാരണവന്മാരുടെ ആ പാവക്കറ കൂടെ കളയാൻ നമ്മുടെ ഡ്യൂട്ടിയാ. അത് ക്ലീൻ ആക്കി നമ്മൾ ജോലിയാ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപങ്ങൾ ചെയ്യും മനുഷ്യൻ. കാരണം മനുഷ്യനുള്ള പാപം ചെയ്യുക അല്ലേ? പാപം ചെയ്യാത്തവർ മാലാക്കന്മാരാ. പടച്ചവനത് അറിയും ചെയ്യാം, ദൈവത്തിനത് അറിയാം. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല. എന്താ? ദൈവത്തിന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ദൈവം കോപിഷ്ഠനാണ്, ദൈവം നമ്മളെ നരകത്തിലിടും, ദൈവം നമ്മളെ ശിക്ഷിക്കും, നമ്മൾ മുഴുവൻ നമ്മളെ അവരിൽ ചെന്നുള്ള ശിക്ഷ, അവിടെ ചെന്നുള്ള ശിക്ഷ, ഇവിടെ ചെന്ന ശിക്ഷ, നമ്മളെ പേടിച്ച് നടക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗുണഗണങ്ങളുണ്ട് പഠിച്ചു. ഇപ്പൊ ഖുർആനിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആവർത്തിക്കുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? പരമകാരുണ്യകനും കരുണാനിധിയും. പരമകാരുണ്യകൻ എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലായി, നിർത്തിയില്ല. കരുണാനിധിയും ഡബിൾ അടുപ്പിച്ച് പറയാ. അത് ആവർത്തിക്കുക. ഓരോ സൂറത്തിന്റെ ആദ്യത്തിൽ നമ്മൾ പറയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പടച്ചവന്റെ ക്വാളിറ്റിനെ നമ്മൾ ആവർത്തിക്കുന്നില്ല. നമ്മൾ ആവർത്തിക്കുന്ന മുഴുവൻ പടച്ചവന് നെഗറ്റീവ് എന്നുള്ളതല്ല, പടച്ചവൻ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ക്വാളിറ്റിയെ നമ്മൾ ആവർത്തിക്കുന്നു. 100 ആളെ പോലും കൊന്നിട്ട് പുറത്ത് സ്റ്റോറി ഉണ്ട് അല്ലേ? അവസാന ഘട്ടത്തില് ജിബ്രീലിന്റെ, അതായത് മലാഖയുടെ നേതൃത്വത്തിലൊരു ഒത്തുതീർപ്പ്. ഇയാളെ നരകത്തിൽ കൊണ്ടുപോകണം, അതായത് 100 ആളെ കൊന്ന ആളെ നരകത്തിൽ കൊണ്ടുപോകണം, സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു തർക്കം വന്നപ്പോ ജിബ്രീൽ പറഞ്ഞു, അയാൾ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ഏതൊരു സ്ഥലത്തേക്ക് അയാൾ ഒരു പണ്ഡിതനെ കാണാൻ വേണ്ടി പോവാ. ആ പോകുന്ന സ്ഥലം എങ്ങോട്ടുള്ള ദൂരം കൂടുതലാണെങ്കിൽ അയാൾ നരകത്തിലേക്കും, അങ്ങോട്ടുള്ള ദൂരം കുറവാണെങ്കിൽ അയാൾ സ്വർഗത്തിലേക്കും അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ട് പടച്ചോൻ ശരിക്ക് ദൂരം കൂടുതലായിരുന്നാ പറഞ്ഞത്. പക്ഷെ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ ആ ദൂരം വലിച്ചടിപ്പിച്ചു എന്നാ പറയുന്നത്. ഇത്രക്കും പൊറത്തു തരുന്നവരാണ് പടച്ചോൻ. ആ പുറത്തു തരുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശിക്ഷിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ കുറ്റബോധം ഉണ്ടല്ലോ, അതിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ തൗബ എന്ന് പറഞ്ഞിട്ട്, തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കും. കുറ്റബോധം തെറ്റാ. നമ്മളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ചെയ്ത തെറ്റുകൾ പറഞ്ഞുകൊണ്ട്. അതിന്റെ ആവശ്യമില്ല. അത് നമുക്കെതിരാ, നമ്മുടെ ആരോഗ്യത്തിനെതിരാ, നമ്മുടെ എനർജിക്കെതിരാ. നമുക്കത് വേണ്ട. നമുക്ക് കുറ്റബോധം വേണ്ട. നമ്മൾ തെറ്റ് പറ്റി നമുക്ക് മനസ്സിലാക്കാം. പാവം മനുഷ്യൻ ഒരുപാട് കാരണങ്ങൾ കൂടെ അവൻ ചെയ്തു പോയി, ഇനി ചെയ്യില്ല. ആത്മാർത്ഥമായിട്ട് തീരുമാനിക്കുക, ഇനി മുതൽ ഞാൻ ചെയ്യില്ല. അതോടെ തീർന്നു, ഖലാസ്, ചാപ്റ്റർ ക്ലോസ്ഡ്. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന തെറ്റാ, ശിക്ഷയാ. നമ്മളെ ശിക്ഷിക്കുക, അതിന്റെ ആവശ്യമില്ല. അപ്പോ നമുക്ക് ഈ എനർജി ഇപ്പം ഉണ്ടാക്കാൻ അവസ്ഥ. നമ്മളെന്താ ചെയ്യണമെന്ന്, നമ്മളെ ഉപബോധ മനസ്സിൽ നിന്ന് പോകണം കേട്ടോ.
വൈരാഗ്യം നമ്മളോടുള്ള വൈരാഗ്യം, നമുക്ക് നമ്മളോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. നമ്മൾ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് എണ്ണ എടുക്കാം, അരയ്ക്കുന്നത് കുറച്ച് വേണമെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് എണ്ണ എടുത്തോ. അതായത് 1 2 3 4 5 ആൾക്കാരോട് എനിക്ക് ദേഷ്യമുണ്ട്. ഈ 5 ആൾക്കാരുടെ ദേഷ്യം നമ്മളിങ്ങനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് രക്ഷപ്പെടണം. ഈ ഒരു കാരണത്തിൽ എൻ്റെ എനർജി ലീക്കായിക്കൊണ്ടിരിക്കുക, എനിക്ക് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എൻ്റെ ശരീരത്തിന് ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഞാൻ രോഗിയായിക്കൊണ്ടിരിക്കുക, എനിക്കിത് വേണ്ട, ഞാൻ ഇന്നത്തോടെ നിർത്തി. കാരണം അത് പാവം മനുഷ്യൻ, അയാൾ നന്നാവട്ടെ, അയാൾ നന്നാവട്ടെ, ഞാൻ നന്നാവട്ടെ, അയാൾക്കും എനിക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുക. പിന്നെന്താ ചെയ്യേണ്ടതെന്നറിയാം? ആദ്യം നമ്മൾ സുഖബോധ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആവണമെങ്കിൽ നമ്മളുടെ പാതി മയക്കത്തിലേക്ക് എത്തണവരെ. അതിനു വേണ്ടിയാണ് ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് 1 2 3 നിങ്ങൾ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അർദ്ധമയക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിദ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പറയണം, ഞാൻ 1 മുതൽ 5 വരെ എണ്ണാം. അപ്പോൾ നമ്മൾ കൂടുതൽ നിദ്രയിലേക്ക് എത്തിയതിന് ശേഷം 1 2 3 4 5 ഈ 5 ആൾക്കാരെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കാം. അവർ ഇപ്പോൾ കുറ്റബോധത്തോടെ വരുന്ന സമയത്ത് അവർ ചിരിക്കുന്നൊന്നുമില്ല. കാരണം നമ്മളോട് അവരും ദേഷ്യത്തിലാണ്. നമ്മൾ അവരോട് പറയണേ, എൻ്റെ പൊന്നു സുഹൃത്തെ, അല്ലെങ്കിൽ എൻ്റെ എനിക്ക് ഭാര്യയെ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി ആരായിരിക്കോട്ടെ, അവർക്ക് പറയാം എനിക്ക് തെറ്റുപറ്റി, അതായത് നിന്നോട് ദേഷ്യം ഞാൻ അങ്ങനെ കൊണ്ടു നടക്കായിരുന്നു. അത് കാരണത്താൽ ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനൊന്നും ഒരർത്ഥമില്ല. നീ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുറഞ്ഞ കാലത്ത് ഈ ഭൂമിയിൽ കുറച്ച് കഴിഞ്ഞാൽ നീയുമില്ല ഞാനുമില്ല. ഈ വിസിറ്ററായ നമ്മളിവിടെ കിടന്ന അടികൊണ്ട ഒരു ആവശ്യമില്ല, വിഡ്ഢിത്തരാണത്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുറക്കാം. അത് പറയുമ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നതായിട്ട്, അവരും സൗഹാർദ്ദത്തിൽ അവരെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ ഒന്ന് മനസ്സിൽ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ അവരോട് പറയാണ്, പടച്ചവനോട് പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, ദൈവം അവരെ നന്നാക്കുക, അവരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവരോടൊരു പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചിലർ പറയും എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഒന്ന് ഓർത്ത് നോക്കണം. എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് മദ്രസ നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഒരു ഉസ്താദുണ്ട്, അയാൾക്ക് ഇന്നെ അടിക്കാതെ അയാളെ മെയിൻ ഹോബി. അതിങ്ങനെ കേട്ട് കുട്ടികളാണ് ആർത്തിങ്ങനെ അത് ആ ഒരു അടി എൻ്റെ ലൈഫിൽ എന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ആ വൈരാഗ്യം ഞാൻ കൊണ്ടു നടക്കായിരുന്നു. ഇയാളുടെ ദേഷ്യം, ഇയാളെ കാണും, ഇയാളെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ തല അങ്ങനെ പിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അങ്ങനത്തെ ദേഷ്യം, അതായത് ഇയാളിങ്ങനെ നെരിയാണ്ടിക്കിങ്ങനെ അടിച്ചിട്ട് ഓത്തടാന്ന് പറഞ്ഞാൽ അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടാൻ പറ്റുമോ? കാരണം ഈ അടിങ്ങനെ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കുട്ടികളിങ്ങനെ ചുറ്റും ആർട്ടിച്ചിരിക്കുന്നു. ആ ഒരു സീൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആർക്കും പുറത്തു കൊടുത്തു. എൻ്റെ മനസ്സിന്ന് ഞാൻ ദൂരീകരിച്ചു. എനിക്ക് അയാളോട് ദേഷ്യമില്ല. അയാൾ പാവം, അയാളെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അയാൾ പഠിച്ചു നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇതുപോലെ നിങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സില്ലിയായിട്ട് തള്ളരുത്. പകുതി എന്നാ പറഞ്ഞത്, വിശ്വാസത്തിന്റെ പകുതി എന്നാ പറഞ്ഞത്. ഓർക്കണം, നമ്മൾ ജീവിക്കണം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എത്ര മുസ്ലിങ്ങളുണ്ട് ഇവിടെ? നമ്മൾ വീട്ടിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? വെറുതെ കിടന്ന് വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ട് എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയം ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്? സീ വാട്ട്സ് ഹാപ്പനിങ്. നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ ആരോഗ്യമാക്കിക്കൊണ്ടിരിക്കുക. നമുക്കത് വേണ്ട. ക്ഷമ ഇന്നു മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കാം. പാവം മനുഷ്യർ, നമുക്ക് നമ്മോടും പുറത്തു കൊടുക്കാം. ഇതുവരെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മൾ പഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർഗിവ് പുവർ സോൾസ്. എന്നിട്ട് തീരുമാനിക്കുക, ഇനി മുതൽ ഞാൻ ക്ഷമയോട് കൂടിയിട്ട്, സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി എല്ലാം നല്ലതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കാൻ പോവാ. എൻ്റെ മുന്നിൽ വന്നിട്ട് പ്രശ്നങ്ങളെ ഞാൻ ഈ പ്രശ്നങ്ങൾ എന്നല്ല, ഞാൻ അവസരങ്ങൾ എന്നാ പറയാൻ പോകുന്നത്. ക്ഷമ പഠിക്കാനുള്ള അവസരങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ മരിക്കുമ്പോഴേക്കും എൻ്റെ ഗോളെന്താ? ക്ഷമയുള്ളവനായ ഒരു മനുഷ്യനായി മാറണം. എന്നാലാണ് എനിക്ക് ആ അവസ്ഥ തുടർന്നു പോവുള്ളൂ. അവിടെ സ്വർഗമോ നരകോ സമാധാനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ സമാധാനം ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിപ്പോ സമാധാനം കിടാൻ നമ്മളെ കുറ്റമല്ല. നമ്മൾ എഞ്ചിനീയർ ചെയ്യാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയില്ല. കുറെ തിരിച്ചടി കിട്ടുമ്പോൾ നമുക്ക് ബോധം വരുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. സോ വെരി സിമ്പിൾ, ഫോർഗിവ്. എല്ലാവർക്കും പുറത്തു കൊടുക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, ആരോഗ്യത്തോടെ ജീവിക്കുക.
എനർജി ഇതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ചു ഈ പറഞ്ഞ രീതിയിൽ കണ്ണടച്ചുകൊണ്ട് എല്ലാവർക്കും കണ്ടെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്ഥലത്ത് വലിയൊരു ഭാരം അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അതോടുകൂടി പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ എനർജി ആയിരിക്കും. നോക്കിക്കോ. പിന്നെ പ്രശ്നങ്ങളെ പരിഹാരമൊക്കെ നിങ്ങൾ തന്നെ പോയി ചെയ്യും. കാരണം പവർ വരല്ലേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി വേറൊന്നും കൂടി പറഞ്ഞുതരുന്നുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ.